ഗൈസ്, ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് രത്നഗിരി ആണ് കേട്ടോ. നമ്മൾ കുറച്ച് സ്ഥലമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ പ്ലാനിങ് ഒന്നുമില്ല, ആ ഒരു സ്ഥലമാണ് പ്ലാനിങ്. കഷേലി ബീച്ചാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ടൈം അനുസരിച്ച് നമ്മൾ അതിനടുത്തുള്ള പ്ലേസസ് ഒക്കെ കവർ ചെയ്യാമെന്നാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മുടെ നല്ല അടിപൊളി സെറ്റ് ഡേ ആയിരുന്നു. ഇനി സെക്കൻഡ് ഡേ നമുക്ക് ഇതുപോലെ തന്നെ ആവുമെന്ന് ഹോപ്പ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വ്ലോഗ്. നമ്മുടെ രത്നഗിരി ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവർ പോയി കാണണേ. ഞാനിവിടെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ കഷേലി പോണ റൂട്ടിലുള്ള ഒരു ബ്രിഡ്ജാണ്. ഇവിടെ നമുക്ക് കടലും കായലുള്ള ഒരു സംഗമം കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡേയുടെ ഫസ്റ്റ് ലൊക്കേഷൻ എത്തി കേട്ടോ. അപ്പം ഇതാണ് കഷേലി ബീച്ച് അല്ലെങ്കിൽ ദേവഗള്ളി ബീച്ച് എന്ന് പറയുന്നത്. നല്ല കിടിലൻ സൂപ്പർ ലൊക്കേഷനാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ വരുന്ന റൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെയിൻസ് റൂട്ടായിരുന്നു കേട്ടോ. ഒരു ഒറ്റപ്പെട്ട വഴിയും ഞങ്ങൾ മൂന്നെണ്ണം ഇങ്ങനെ ആദ്യമൊക്കെ ഒരു സ്ട്രെയിഞ്ച് ഫീൽ നന്നായി തോന്നി. അങ്ങനെ നമ്മൾ സ്ഥലം എത്തി. ഇത് ശരിക്കും നമ്മുടെ ഒരു ഇന്ത്യൻ ബാലി എന്ന് പറയുന്നത് ഈ പ്ലേസ് തന്നെയാണ് കേട്ടോ. സെറ്റ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴി കാണിച്ചു തരാം കേട്ടോ. വഴിയല്ല, പ്ലേസ്. വരണ വഴിയൊക്കെ അത്യാവശ്യം നല്ല രസമായിരുന്നു. പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്യണ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്കിവിടെ എൻട്രൻസ് ഫീ ഇല്ല, പക്ഷെ പാർക്കിങ്ങിനായിട്ട് നമുക്കിവിടെ ചാർജ് ഉണ്ട്. 10 രൂപയാണ് ഒരു 2 വീലറിന് ചാർജ് വരുന്നത്. നമുക്ക് ഇനി താഴോട്ടേക്ക് പോവാം. ഇവിടെയും ഒരു ടേബിൾ പോയിന്റ് എന്ന് പറഞ്ഞ് ഒരു സ്പേസും ഉണ്ട്. പിന്നെ നമുക്ക് താഴെ ഇറങ്ങാനും ബീച്ചിൽ ഇറങ്ങാനും പറ്റുന്നുണ്ടോ. ഈ ഒരു ടൈമിൽ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീച്ച് നല്ല ബ്ലൂ കളറായിട്ട് ക്യാമറയിൽ എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് അങ്ങനെ തന്നെയാണ് താഴത്തെ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ വീക്ക് ഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ തിരക്ക് ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ദിസ് ഇസ് മസ്റ്റ് വിസിറ്റ്. അപ്പോൾ നമ്മൾ വന്ന ഈ എല്ലാ സ്ഥലങ്ങളും നല്ല ബെസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടോ. ഒന്നും തന്നെ മിസ് ചെയ്യാനായിട്ടില്ല. എല്ലാം ഡിഫറെൻറ്റ് പ്ലേസസ് ആണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ മെയിൻ രത്നഗിരിയിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് ഒരു 45 കിലോമീറ്റേഴ്സ് വരുന്നുണ്ട്. അറൗണ്ട് ഒരു 1 അവർ ജേർണി ഉണ്ട്. ഞങ്ങളൊരു 8 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം. അപ്പോഴാണ് നമുക്ക് ആ ഒരു വെയിലൊക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഇവിടെ എത്താൻ പറ്റുക. പിന്നെ നമ്മളൊരു വീക്ക് ഡേ വന്ന കാരണം കൊണ്ട് ഇവിടെ ഷോപ്പുകളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഹോളിഡേ അല്ലെങ്കിൽ സൺഡേ സാറ്റർഡേ വീക്കെൻഡ് ടൈമിലാണ് ഇതൊക്കെ ഓപ്പൺ ആവുക. ആൾക്കാർ ഉണ്ടായിരുന്നില്ല. നമ്മൾ വരുന്ന ടൈമിൽ നമ്മൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ട് ഒരു 11 മണിയാകുമ്പോഴേക്കും മൊത്തത്തിലവിടെ വെയിലായി കേട്ടോ. വെയിലാണ് അവിടുത്തെ സഹിക്കാൻ പറ്റാത്തത്. സോ ഇവിടെ ടേബിൾ പോയിന്റിൽ എത്തി കേട്ടോ. ഇവിടെ നല്ല ചൂട് ഭയങ്കര കേട്ടോ. നല്ല ചൂടാണ്. പക്ഷെ ആംബിയൻസ് നല്ല അടിപൊളിയാണ്. നല്ല പച്ച കളറ്. കന്നഡ വെച്ച പെണ്ണാര് കമന്റ്. അപ്പോൾ നമുക്ക് ടോപ്പിൽ നിന്ന് കുറച്ച് ദൂരെയാണ് താഴേക്ക് നടക്കാനുള്ളൂ. ഇറങ്ങാൻ സുഖമാണ്. കയറുമ്പോൾ ഇത്തിരി കുറച്ച് സ്റ്റീപ്പായ കാരണം കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. വേറെ അങ്ങനെ വലിയ കാര്യപ്പെട്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ മെയിൻ കാര്യം ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെക്യൂരിറ്റിയോ ഗാർഡോ ഒന്നുമില്ല. അപ്പം നമ്മുടെ റിസ്കിൽ വേണം നമ്മൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ചില ടൈമിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തിരകളൊക്കെ ഞങ്ങളുള്ള സമയത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ഗുഹയാണ് കേട്ടോ. അതിനകത്തേക്ക് എൻട്രി ഇല്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായ കാരണം നമ്മൾ അധികം അങ്ങോട്ടേക്ക് അങ്ങോട്ട് പോകാൻ നിന്നില്ല. പിന്നെ നല്ല ക്ലിയർ ആൻഡ് നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല അടിപൊളി. ഇവിടെ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് പോലും ഞാൻ ഈ ഒരു ബീച്ചിൽ കണ്ടില്ലായിരുന്നു. അത്രയും ക്ലീൻ ആയിരുന്നു കേട്ടോ ഈ ഒരു ബീച്ച്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ബീച്ച് ഉണ്ടായിരുന്നു. കഷേലി പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ ഈ ഒരു കാറ്റാടി മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഗണപതിപുല വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ആ ഒരു റൂട്ട് നിങ്ങൾക്ക് രത്നഗിരി വന്നിട്ടൊരു നൈസ് ഡ്രൈവിന് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് നല്ല അടിപൊളിയാണ്. നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, കടൽ കണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് റൂട്ടാണ്. ഈ ഒരു റൂട്ടിൽ തന്നെയായിട്ട് നമുക്ക് നമ്മുടെ ആര്യ ബീച്ച് അതുപോലെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ സിപ്പ് ലൈനൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റൂട്ട് നല്ല അടിപൊളി കിടിലൻ റൂട്ടാണ്. പിന്നെ നമുക്ക് പോണ വഴിക്ക് ഒരുപാട് ബീച്ചസ്, നല്ല വൈറ്റ് സാൻഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ബീച്ചസ് ഒക്കെ കാണാൻ പറ്റും. അപ്പം നമ്മളിവിടെ ഒന്നും അധികം വെയിലായ കാരണം കൊണ്ടൊന്നും അധികം നിർത്തിയൊന്നുമില്ല. നമ്മൾ നേരെ വിട്ടത് ഗണപതിപുലേക്കായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ ഗണപതിപുലയിൽ എത്തിയിട്ടോ. ഇവിടെ എൻ്റെ പൊന്നെ ഒടുക്കത്തെ തിരക്കായിരുന്നു. കുറേ ഇങ്ങനത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ മെയിനായിട്ട് ഗണപതിപുലി ടെമ്പിളാണ് ഉള്ളത്. പക്ഷേ എനിക്കെന്തോ ഇവിടെ ഭയങ്കര തിരക്കൊക്കെ കാരണം കൊണ്ട് എനിക്ക് ഈ ഒരു പ്ലേസ് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം ബാക്കി എല്ലാ പ്ലേസിലും പോയപ്പോൾ ഇത്തിരി ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പിന്നെ നോൺ വെജ് ഒക്കെ കഴിച്ച കാരണം കൊണ്ടാണ് നമ്മൾ ടെമ്പിളിൽ കയറാണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റഷാണ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാണ്ടിരുന്നത്. ബാക്കിയെല്ലാം കൊണ്ട് ഓക്കെ ആയിരുന്നു. അങ്ങനെയുള്ള തിരിച്ച മറ്റേ റൂട്ടിൽ കൂടി തന്നെ വരാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ റൂട്ട്. നല്ല ഡ്രൈവിന് പറ്റിയ നല്ല കീടിലൻ റൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല കീടിലൻ റൂട്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈമൊക്കെ എടുത്ത് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബീച്ചുകളിലൊക്കെ ഇറങ്ങാൻ പറ്റും. സിപ്പ് ലൈനൊക്കെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അതിങ്ങനെ അവർ ഒരു ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് കറക്റ്റ് ബീച്ചിലോട്ടൊക്കെ ആയിരുന്നു സിപ്പ് ലൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ല നൈസായിരുന്നു. പിന്നെ ബീച്ചസ് ആയാലും നല്ല നല്ല അടിപൊളിയായിട്ട് തോന്നിയായിരുന്നു ഈ ഒരു റീജിയനത്തെ. അപ്പോൾ നിങ്ങൾ ടൈം എടുത്ത് വരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഓൾറെഡി 2 ബീച്ച് രാവിലെ പോയ കാരണം കൊണ്ട് നമ്മൾ പിന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാണ്ടിരുന്നതാണ്. ഈ ഒരു ഗണപതിപുലയ്ക്ക് നമ്മളുടെ മെയിൻ രത്നഗിരിയിൽ നിന്ന് 23 കിലോമീറ്റേഴ്സ്, ഓൾമോസ്റ്റ് ഒരു 1 hour ജേർണി തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫൈനലി നമ്മളിനി എവിടെ പോകണം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ പോയൊരു സ്ഥലമാണ്. പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് കജോലി മാംഗ്രോവ് ടൂറിസം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് കയാക്കിങ്ങിൽ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ലൊരു കണ്ടൽക്കാടുണ്ട്, മാംഗ്രോവ് ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് എൻഡ്സ്. ഈ ഒരു കജാലി മാംഗ്രോവ് ടൂറിസം എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ രത്നഗിരിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ അടുത്തുള്ളൊരു സ്ഥലം പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് വേഗം വന്നത്. പക്ഷേ ഇത് നല്ല കീടിലൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കയാക്കിങ്ങിന് ഹാഫ് ആൻ അവറിന് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ 500 രൂപ വന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ അരമണിക്കൂറിന് കൂടുതൽ ചെയ്തായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഒന്നാമതൊരു വെയിലേറിയ സമയമായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായി കയാക്കിംഗ് ഒക്കെ ചെയ്യാനൊക്കെ പഠിച്ചു. പിന്നെ നല്ലൊരു ശാന്തമായൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇവരിപ്പോൾ ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയ സമയത്ത് ആകെ 2 കയാക്കിംഗ് ബോട്ടിനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നോർമൽ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ രത്നഗിരി വരുമ്പോൾ ഈ ഒരു പ്ലേസ് മിസ്സാക്കാണ്ടിരിക്കുക, ഇവിടെ വരിക. കാരണം ഞങ്ങൾക്ക് വന്നതിൽ ഗണപതിപുലിനേക്കാളും ഭയങ്കരമായിട്ട് ഈ ഒരു പ്ലേസ് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം നല്ല അധികം സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് നമുക്കിനി 6:30 ബസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് മുൻപായിട്ട് നമ്മുടെ റൂമും അതുപോലെ തന്നെ ഈ വെക്കേറ്റിംഗ് പരിപാടിയും ഈ സ്കൂട്ടറൊക്കെ തിരിച്ച് കൊടുത്ത് നമുക്ക് ബസ് സ്റ്റാൻഡിൽ എത്തേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു 1.5 ഡേയിൽ ഞങ്ങൾ രത്നഗിരിയിൽ കണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ രത്നഗിരി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇനി ഹോഡോ പെഡീസ് അടുത്ത കാഴ്ചകളും അടുത്ത സ്ഥലങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വരും. അതുവരേക്കും ബൈ ബൈ ഫ്രം ഹോഡോ പെഡീസ്.